ഹായ്, വെൽക്കം ടു ലിയ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അകാലനര എന്നുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, 15 വയസ്സ് തൊട്ട് 35 റേഞ്ച് വരെയുള്ള ആളുകളുടെ ഇടയിൽ ധാരാളമായിട്ട് ഇപ്പോൾ അകാലനര അധികരിച്ചതായി കാണുന്നുണ്ട്. സാധാരണയായിട്ട് നമുക്ക് നര കയറുന്നൊരു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35-ന് മേളിലോട്ടാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആയിട്ട് അധികം ഒരു 1-2 വർഷത്തിനുള്ളിലായിട്ട് ഇപ്പോൾ ഈ നരപ്രശ്നം വളരെയധികം അധികരിച്ചിട്ടുണ്ട്. കുട്ടികളിലൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ നര കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചില ആളുകൾ ഓടി ഡൈയിലേക്കും മറ്റു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അകാലനര ഉണ്ടാവുന്നത്? അപ്പോൾ അതിന് നമുക്ക് തലയ്ക്കും മുടിക്കും കേടില്ലാതെ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് പാർലറിലെല്ലാം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറുപ്രായത്തിൽ തന്നെ അകാലനര ഉണ്ടാവാനായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. മെയിനായിട്ട് ഹെറിഡിറ്ററി ആണ്. നിങ്ങളുടെ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും, അത് അച്ഛനോ അപ്പൂപ്പന്മാർ ആരെങ്കിലുമൊക്കെ നേരത്തെ മുടി നരയ്ക്കുന്ന പ്രകൃതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കും നേരത്തെ തന്നെ മുടി നരച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ടാമതൊരു കാര്യമായിട്ട് പറയാനുള്ളത് സ്ട്രെസ്സാണ്. പലതരത്തിലുള്ള സ്ട്രെസ്സ്, അതായത് വേണമായിട്ടും വേണ്ടാഞ്ഞിട്ടും ഒക്കെ ആയിട്ട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന കുട്ടികളും മറ്റ് യുവജനങ്ങളും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. സ്ട്രെസ് ഒരു മെയിൻ കാരണമാണ് മുടി നരയ്ക്കാനായിട്ട്. മുടി കൊഴിച്ചിലിനും സ്ട്രെസ് ഒരു വലിയ കാരണം തന്നെയാണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ കാണുന്ന മുടി നരയ്ക്കുന്ന പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഇംബാലൻസിങ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളോ കൊണ്ടിട്ടും നമുക്ക് മുടി നരയ്ക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. പുരുഷന്മാരിൽ കണ്ടുവരുന്ന നരയ്ക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്, പുകവലിയാണത്. പുകവലി ശീലമുള്ളവരിൽ പെട്ടെന്ന് തന്നെ നര കയറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ, അതായത് കാലാവസ്ഥയിൽ വലിയ വ്യത്യാസമുള്ള ഒരു ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ പൊല്യൂഷൻ ഒരു പ്രശ്നമാണ്. പുറത്ത് വർക്ക് ചെയ്യുന്നവർ, അതായത് നമ്മൾ സൂര്യപ്രകാശത്തിൽ ഡയറക്റ്റ് ഏൽക്കുന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതുപോലെയുള്ള നര പെട്ടെന്ന് കയറി വരാനായിട്ട് സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, ജങ്ക് ഫുഡ്സൊക്കെ ധാരാളം കഴിക്കുന്നത് കൊണ്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വളരെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് കുറവായതുകൊണ്ടും നമുക്ക് നരയുണ്ടാവാനായിട്ട് കാരണമായി മാറുന്നുണ്ട്. ഡീഹൈഡ്രേഷനും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ചില മെഡിസിൻസും, അതായത് സ്റ്റിറോയിഡ്സ് പോലെയുള്ള ചില മെഡിസിൻസും ഇതിന് കാരണമായി മാറുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ പാർലറിൽ വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യിക്കാറ് അവരുടെ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് അതിൻ്റെ മറ്റ് വൈറ്റമിൻ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ്. അതായത് വൈറ്റമിൻ ഡിയുടെ പ്രോബ്ലമോ വൈറ്റമിൻ B12 പ്രശ്നമോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. കാരണം 6-7 വർഷമായിട്ട് ഞാനൊരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴും നിലവിൽ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് അവർക്ക് മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് അവരുടെ വയസ്സിനനുസരിച്ച്, ഇപ്പോൾ 15 വയസ്സ് തൊട്ട് ഒരു 20 വയസ്സ് വരെ അല്ല 25 വയസ്സ് വരെ ഉള്ളവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് അല്ല 25 വയസ്സ് കഴിഞ്ഞ് ഉള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സ്കിന്നും ഹെയറും പ്രായവും അനുസരിച്ച് കാറ്റഗറി തിരിച്ചിട്ട് അവരുടെ സ്കിന്നിന് പ്രോബ്ലം ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് നമ്മളിവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത്. അതായത് പരമാവധി അമോണിയയുടെയും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും അളവിനെ ക്രമീകരിച്ചിട്ടാണ് നമ്മളിവിടുന്നവർക്ക് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുന്നത്. നമ്മുടെ ബ്രോഷറിൽ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും അതിൻ്റെ പ്രൈസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നവർ ചിലവർ, കൂടുതൽ ആൾക്കാർ നമ്മുടെ കൺസൾട്ടേഷൻ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലവർ പക്ഷേ ഇതിൻ്റെ റേഞ്ച് നോക്കിയിട്ട് നമ്മളോട് പറയും എനിക്കിത് മതി എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ അവരുടെ അടുത്ത് നിങ്ങളുടെ ഹെയറിന് സ്കിന്നിന് പ്രായം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് മതിയാവും എന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോകുന്നവർ, ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിനെ കണ്ടിന്യൂ ചെയ്താൽ മതി. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് എന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറയാറുള്ളത്. അങ്ങനെയുള്ളവർ വീണ്ടും റെഗുലർ എൻ്റെ കസ്റ്റമറായി മാറിയിട്ടുമുണ്ട്. ധാരാളം റെഫറൻസ് അവർ മുഖേന എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. മുടി നരച്ചു പോയി അല്ലെങ്കിൽ മുടി നര കൂടുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇനി ചാലക്കുടിയിലോ ചാലക്കുടിയുടെ പരിസര പ്രദേശങ്ങളിലോ ആരും ഉണ്ടാകരുത് എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.